എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ ആ ഒരു ഐലാൻഡ് കാണിക്കുകയാണ്. ഓരോരോ ഐലാൻഡുകളായിട്ട് ആ ന്യൂസ് പേപ്പർ ബേർഡ്സ് അവറ്റകൾ ന്യൂസ് പേപ്പേഴ്സ് സ്പ്രെഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പോൾ നമ്മുടെ ലൂഫി ആണെങ്കിൽ 4 എംപറേഴ്സിൽ ഒരാളാണ്. അവൻ 4 എംപററിൽ ഒരാളായതിനു ശേഷം ഡയറക്റ്റ് ആയിട്ട് പോയത് ഡോക്ടർ വേഗ് ഓഫ് പങ്കിന്റെ ഐലാൻഡിലേക്കാണ്. അവിടെ എത്തുമ്പോഴാണ് ഡോക്ടർ വേഗ് ഓഫ് പങ്ക് ആള് ആ 1000 ഇയേഴ്സ് വോർഡിനെ കുറിച്ച് റിസർച്ച് ചെയ്യുകയാണെന്നും ആ കാര്യം മനസ്സിലാക്കിയ നേവിക്കാര് അദ്ദേഹത്തെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുകയാണെന്നുള്ള കാര്യം ലൂഫിയാൻ ടീം തിരിച്ചറിഞ്ഞത്. സോ അദ്ദേഹത്തിന്റെ ജീവൻ അതെങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് പറഞ്ഞ് ലൂഫിയാൻ ടീം ഇപ്പോൾ അദ്ദേഹത്തെ രക്ഷിക്കാനായി ഒരുപാട് ശ്രമങ്ങളൊക്കെ നടത്തുകയാണ്. നമ്മുടെ ആൾക്കാരെല്ലാവരും ചേർന്ന് ഇപ്പൊ നേവി ആയിട്ട് പൊരിഞ്ഞ ഫൈറ്റ്. ആ സമയം നേവിക്കാരാണെങ്കിൽ ബസ്റ്റ് കോൾ നടത്താനായിട്ട് ഇപ്പൊ ഐലാൻഡിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ നെക്സ്റ്റ് ഡേ ഈ കാര്യങ്ങളെല്ലാം തന്നെ ന്യൂസ് പേപ്പറിൽ വരികയാണ്. മാത്രമല്ല കണ്ണാടി പയ്യനെ രക്ഷിക്കാനായി ബ്ലാക്ക് ബിയർഡിന്റെ ഐലാൻഡായ ആ പൈററ്റ് ഐലാൻഡിലേക്ക് പോയി അവിടെ വെച്ച് കാർപ്പ് അദ്ദേഹം മിസ്സായെന്നുള്ള ന്യൂസും എല്ലായിടത്തും സ്പ്രെഡ് ആവുകയാണ്. എല്ലാവർക്കും ഭയങ്കര അത്ഭുതം. കാരണം നേവിയിൽ വെച്ച് തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഓഫീസറാണ് കാർപ്പ്. അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നുവെന്ന് ആർക്കും വിശ്വസിക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇവിടെ ലൂഫിയുടെ ഐലാൻഡ് കാണിക്കും. അവിടെയുള്ള ആ ഹോട്ടൽ ഉടമസ്ഥനും ആളുടെ മകളും അവരാണെങ്കിൽ ലൂഫിയെ കുറിച്ചുള്ള ഇപ്പോഴത്തെ ന്യൂസ് അത് വായിച്ച് ഒരുപാട് ടെൻസ്ഡ് ആവുകയാണ്. തൊട്ടടുത്ത് വേറൊരാളാണെങ്കിൽ ഇരട്ട ഐലാൻഡിലേക്ക് പോയ കാർപ്പ് ആള് കൊല്ലപ്പെട്ടു എന്ന് പറയും. അതിന് ആ ഹോട്ടൽ ഉടമയാണെങ്കിൽ ദേഷ്യപ്പെട്ടു പറയും കാർപ്പിനെ കാണാനില്ല എന്ന് മാത്രമാണ് ഈ ന്യൂസ് പേപ്പറിലുള്ളത്. വെറുതെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു നേവി ഓഫീസറിനെ കുറിച്ച് ഇല്ലാത്തത് പറയാനായിട്ട് പാടില്ല. ആളങ്ങനെ കാര്യമായിട്ട് പറയുന്ന അതേസമയം ആരോ ചിരിക്കുന്ന ശബ്ദം കേൾക്കും. ആള് ടെററായി ചാടി എഴുന്നേറ്റ് ആരാണ് കാര്യങ്ങൾ പറയുമ്പോൾ പൊട്ടിച്ചിരിച്ചതെന്ന് ചോദിച്ച് അങ്ങനെ ടേൺ ചെയ്യും. ചിരിച്ചത് ഒരു ചെറിയ കുട്ടിയാണ്. ഉടനെ ആ കുഞ്ഞിന്റെ അമ്മയാണെങ്കിൽ അതിനെ അങ്ങനെ താങ്ങിയെടുക്കുകയാണ്. ആ കുഞ്ഞാണെങ്കിൽ ലൂഫിയുടെ ഫോട്ടോ കണ്ട് അങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ്. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ലൂഫിയെയും മെയ്സിനെയും ചെറുപ്പത്തിൽ വളർത്തിയ ആ ഒരു കൊള്ളക്കൂട്ടത്തെ കാണിക്കും. അവരും ലൂഫിയെ കുറിച്ചുള്ള ഈ ലേറ്റസ്റ്റ് ന്യൂസ് അതറിഞ്ഞ് ഒരുപാട് ടെൻസ്ഡ് ആവുകയാണ്. ഇവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത നോർത്ത് ബ്ലൂ, സൗത്ത് ബ്ലൂ അങ്ങനെ ഓരോരോ ബ്ലൂകളായിട്ട് മാറി മാറി കാണിക്കും. അവിടെ മുഴുവൻ ഇപ്പൊ കറുത്തിരണ്ട മേഘങ്ങൾ അതങ്ങനെ അന്തരീക്ഷം മുഴുവനായിട്ട് സ്പ്രെഡ് ആവും. മാത്രമല്ല അവിടെ വലിയൊരു എർത്ത് പോലും ഇപ്പോൾ അവിടെ ഉള്ളവർക്ക് അനുഭവപ്പെടുകയാണ്. എർത്ത് ശേഷം അവിടെ വലിയ രീതിയിൽ സുനാമി ആഞ്ഞടിക്കുകയാണ്. ജനങ്ങളെല്ലാവരും ഓരോ ഭാഗത്തേക്ക് പേടിച്ചോടാനായിട്ട് തുടങ്ങും. മഴയാണെങ്കിൽ വീശി അടിക്കും. സുനാമി വരുന്ന ഭാഗത്തുള്ള ജനങ്ങൾ അവരെല്ലാവരും ദൂരത്ത് കണ്ട വലിയൊരു മൗണ്ടെയിൻ അവിടേക്ക് പാഞ്ഞു കയറുകയാണ്. ആ ഒരു വലിയ എർത്ത് ഇപ്പോൾ ഓരോരോ ഭാഗങ്ങളായിട്ട് തകരാനായിട്ട് തുടങ്ങുകയാണ്. ഗ്രാൻഡ് ലൈനിലുള്ള ആ വാക്ക് പൂൾ ഷാർക്ക് അതുപോലും ഇപ്പോൾ ഒച്ചത്തിൽ നിലവിളിച്ച് വെള്ളത്തിനടിയിലേക്ക് മുങ്ങുകയാണ്. ആ നേവി ബേസ്, ഓരോരോ ഐലാൻഡുകൾ അവിടെ എല്ലാം തന്നെ വലിയ രീതിയിൽ സുനാമി വീശി അടിച്ച് ആ ബിൽഡിങ്ങുകൾ അങ്ങനെ തകർന്ന് വീഴുകയാണ്. ആ ഒരു വലിയ സുനാമിയിൽ ലൊലൂസി ഐലാൻഡ് അത് തന്നെ വലിയൊരു കുഴിയിലേക്ക് പോവാണ്. ലോങ് ഷോട്ടിലായിട്ട് ആ ഈമ കാണിക്കുകയാണ്. ഇപ്രകാരം വലിയൊരു എർത്ത് അതുണ്ടായതുകൊണ്ട് തന്നെ വാട്ടർ ലെവൽ 1 മീറ്റർ മുകളിലേക്ക് വന്നിരിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത കമബക്ക ഐലാൻഡ് കാണിക്കും. ഇവാക്കോയും അവന്റെ അസിസ്റ്റൻസും ആ ഐലാൻഡിലുള്ളവരെല്ലാവരും കടലിലേക്ക് നോക്കി പൊട്ടിക്കരയാണ്. കാരണം അവർക്ക് അവിടെ നല്ലൊരു ബീച്ച് ഷോർ ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ ഇപ്പൊ നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. എന്തിന് ചെറിയ ചെറിയ ഐലാൻഡ് അത് മുഴുവനായിട്ടും കടലിൽ മുങ്ങിപ്പോയി. മീൻ പിടിക്കുന്ന ആൾക്കാർക്ക് പോലും വലിയൊരു കനത്ത അടിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. വാട്ടർ ലെവൽ അത് ഇൻക്രീസ് ആയതുകൊണ്ട് തന്നെ ആർക്കും എന്താ സംഭവിക്കണമെന്ന് മനസ്സിലാവില്ല. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ആ എഡ്ഹെഡ് ഐലാൻഡ് കാണിക്കും. ആ ഐലാൻഡ് തകർക്കാനായിട്ട് ഇപ്പൊ നേവി കൂട്ടര് അവിടേക്ക് എത്തിക്കഴിഞ്ഞു. ബസ്റ്റർ കോള് അത് നടത്താനാണ് 30,000-ന് മുകളിൽ നേവി സോൾജേഴ്സ് അവിടേക്ക് പോവാ. കിസറു ആണെങ്കിൽ ചുറ്റും നോക്കും. ഒരുപാട് വില്ലന്മാര് അങ്ങനെ സീ മോൺസ്റ്റേഴ്സ് ഒക്കെ ആയിട്ട് അവിടേക്ക് കടന്നു വരികയാണ്. കിസറു ആണെങ്കിൽ ഫുഡൊക്കെ കഴിച്ച് ക്യാഷ്ലായിട്ട് സെന്റമറുവിനെ കോണ്ടാക്ട് ചെയ്യും. ഒരു വലിയ യുദ്ധം അത് ഒഴിവാക്കണമെങ്കിൽ നീ മര്യാദയ്ക്ക് കീഴടങ്ങുന്നതാണ് നിനക്ക് നല്ലത്. അതല്ല എങ്കിൽ തീർച്ചയായിട്ടും ബസ്റ്റർ കോളിലൂടെ നിന്നെയും ഈ ഐലാൻഡിനെയും ഞാൻ ഇല്ലാതാക്കും. നേവിക്കാരെല്ലാവരും ഇപ്പൊ ആവശ്യം പോലെ ഫുഡ് കഴിക്കുകയാണ്. കാരണം ആ ഒരു ബസ്റ്റർ കോള് അത് അവസാനിക്കുന്നത് വരെ അവർക്ക് ഇനി ഫുഡ് കഴിക്കാൻ കഴിയില്ല. ഇവിടെ സെന്റമറു അവനാണെങ്കിൽ യാതൊരു കൂസലും ഇല്ലാതെ ചിക്കൻ പീസൊക്കെ കടിച്ചു പറിച്ച് ഓപ്പോസിറ്റുള്ള കിസറുവിനോട് പറയും നിന്റെ ഭീഷണിയിൽ ഞാൻ വീണ് പോവില്ല. ഇനി നീ സീ മോൺസ്റ്റേഴ്സിനെ അറ്റാക്ക് ചെയ്യാനാണ് ഭാവമെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളും തിരിച്ചടിക്കും. അപ്പോൾ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് ആ നേവി കപ്പലിലുള്ള 5 എൽഡേഴ്സിലെ ഒരാളെ കാണിക്കും. ആളാണെങ്കിൽ ന്യൂസ് എല്ലാം വായിച്ച് അസിസ്റ്റൻസിനോട് ചോദിക്കും CP0യുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയോ. അതിന് അസിസ്റ്റന്റ് പറയും അവർ മിഷന് പോയതിനു ശേഷം ഇതുവരെ യാതൊരു ഇൻഫർമേഷനും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ലൂഫിയാൻ ടീമും സെർഫ്യൂംസും എല്ലാവരും കമ്പൈൻ ചെയ്ത് ഇപ്പോൾ ഡോക്ടർ വേഗ് ഓഫ് പങ്കിനെ സേവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. മാത്രമല്ല സെന്റമറു നമ്മളുടെ സോൾജേഴ്സിനെ ഓരോരുത്തരായിട്ട് ബീം വെച്ച് അറ്റാക്ക് ചെയ്തു. ആക്ച്വലി ആ ഒരു ഡോം അതിപ്പോൾ 100% ചാർജ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്തേക്ക് ആൾക്കാർക്ക് പോകാനോ പുറത്തേക്ക് വരാനോ കഴിയില്ല. അത് മൊത്തത്തിൽ ലോക്ക്ഡ് ആണ്. ലാസ്റ്റ് 1 ഡേ അതിൽ എന്താണ് സംഭവിച്ചതെന്ന് ഇതുവരെ ആർക്കും അറിയില്ല.
അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ യോർക്കാണെങ്കിൽ ആ നേവി കപ്പലിനെ കോണ്ടാക്ട് ചെയ്യുകയാണ്. സോൾജിയർ ആണെങ്കിൽ ഇപ്പൊ കിസറുവിനോട് പറയും അർജന്റായിട്ട് ഒരു കോൾ ഉണ്ട്, എത്രയും വേഗം നിങ്ങൾ ഈ കോൾ അറ്റൻഡ് ചെയ്യണം. കിസറു ആണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും ഞാൻ കഴിക്കുകയാണ്, ഇപ്പൊ എനിക്കതിന് സാധിക്കില്ല. ഉടനെ മറ്റൊരു നേവി സോൾജിയർ ആണെങ്കിൽ കിസറുവിനോട് പറയും 5 എൽഡേഴ്സിന് ഒരു കോള് ഇപ്പൊ ഇവിടുന്ന് പാസ് ആവുന്നുണ്ട്. അത് കേട്ട് കിസറു ആണെങ്കിൽ ആ കോൾ ടാപ്പ് ചെയ്യാനായിട്ട് പറയും. അപ്പൊ ആ കോൾ ടാപ്പ് ചെയ്തത് അവർ കേൾക്കാണ്. 5 എൽഡേഴ്സിനെ കോണ്ടാക്ട് ചെയ്തത് മറ്റാരുമല്ല, അവര് വേഗ് ഓഫ് പങ്കിന്റെ മൂവ്മെന്റ്സ് അതറിയാൻ ശ്രമിച്ച ആ ജൂനിയർ വേഗ് ഓഫ് പങ്ക് തന്നെയാണ്. അവളാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും നിങ്ങൾക്ക് എല്ലാ ഹെൽപ്പും ഇൻഫർമേഷനും അങ്ങനെ എല്ലാം തന്നെ പാസ് ചെയ്തത് ഞാനാണ്. ലാസ്റ്റ് ടൈം ഇപ്പൊ നിങ്ങൾ എന്നെയും കൊല്ലാൻ ശ്രമിക്കുകയാണല്ലേ. അതിന് 5 എൽഡേഴ്സ് പറയും നീയും ഒരു വേഗ് ഓഫ് പങ്ക് തന്നെയാണ്, നീ ജീവിച്ചിരുന്നാലും ഞങ്ങൾക്ക് വലിയ തലവേദനയാണ്, അതുകൊണ്ട് നീയും മരിക്കണം. അതിനവളാണെങ്കിൽ ചെറുതായിട്ടൊന്ന് ജർക്കായി അവരോട് പറയും എനിക്കറിയാം ആ 100 ഇയേഴ്സ് വോയിഡ് അതിനെക്കുറിച്ച് ഒരു ഇൻഫർമേഷൻ ലീക്ക് ചെയ്യാതിരിക്കാനാണ് നിങ്ങൾ ഇങ്ങനെയൊരു തീരുമാനം എടുത്തതെന്ന്. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞതാണ് എനിക്ക് ആ 100 ഇയർ വോയിഡുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല, അതിനെക്കുറിച്ച് അറിയാൻ യാതൊരു ഇൻട്രസ്റ്റും ഇല്ല എന്ന്. എന്നിട്ടും നിങ്ങൾ ഇത്തരത്തിൽ ഒരു തീരുമാനം എടുത്തു. അത് കേട്ട 5 എൽഡേഴ്സ് ആണെങ്കിൽ നൈസായിട്ട് അവളെ കയ്യിലെടുക്കാൻ ശ്രമിക്കുകയാണ്. ഓക്കെ കുഴപ്പമില്ല, ആ ലൂഫിയൻ ടീം അവര് ഇപ്പൊ എന്ത് ചെയ്യുന്നു? മാത്രമല്ല നേവിയിലെ സൈബർ സീറോ ടീം അവരവിടേക്ക് എത്തിയില്ലേ? ണെങ്കിൽ കാര്യം പിടികിട്ടും. അവൾ ക്യാഷ്വലായിട്ട് ചിരിച്ച് അവരോട് പറയും നിങ്ങളുടെ നേവി ടീമും ലൂഫിയാൻ ടീമും ഡോക്ടറും എല്ലാവരും ഇപ്പൊ എന്റെ കസ്റ്റഡിയിലാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും നിങ്ങൾക്ക് എന്നെ അറ്റാക്ക് ചെയ്യണം തന്നെയാണോ? അവൾ സംസാരിക്കുന്നത് കേട്ട് ഇവിടെ കിസറു ആളങ്ങനെ കൺഫ്യൂസ്ഡ് ആവുകയാണ്. ഇവിടെ അവളാണെങ്കിൽ തീർത്ത് പറയും എന്നെ അറ്റാക്ക് ചെയ്യുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ അത് തീർച്ചയായിട്ടും നിങ്ങൾ തിരിച്ചറിയണം. എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ സർഫ്യൂംസ് ഉണ്ട്, ഷീൽഡ് ഉണ്ട്, അവറ്റകളെല്ലാം തകർത്ത് നിങ്ങൾക്ക് ഇവിടേക്ക് വരാനായിട്ട് കഴിയില്ല. അത് കേട്ട നേവിക്കാരുടെ മനസ്സ് അത് ചെറുതായിട്ട് ചേഞ്ച് ആവും. നിന്നെ കൊണ്ട് ആ മദർ ഫ്ലെയിം അത് ക്രിയേറ്റ് ചെയ്യാൻ കഴിയോ? അതിനവൾ സിമ്പിളായിട്ട് പറയും എന്നെ കൊണ്ട് കഴിയും. സാമ്പിള് നിങ്ങൾക്ക് കാണണോ? എനിക്കറിയാം നിങ്ങൾക്കത് ആവശ്യമുണ്ട് എന്ന്. നിങ്ങൾക്കത് വേണമെന്നാണെങ്കിൽ എന്നെയും ഈ ഒരു ലാബിനെയും ഒന്നും ചെയ്യാനായിട്ട് പാടില്ല, എങ്കിൽ മാത്രം ഈ ഡീല് അത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യാന്ന് അവൾ തീർത്തു പറയും. അവസാനമായിട്ട് അവളാണെങ്കിൽ എന്നെ സെലസ്റ്റിയൽ ഡ്രാഗണാക്കി മാറ്റണമെന്ന് പറയും. അതിനും അവർ ഓക്കെ പറയാണ്. അപ്പോൾ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത് അവളെ കാണിക്കും. അവളാണെങ്കിൽ പതിയെ പതിയെ കരയാനായിട്ട് തുടങ്ങി. ആ 5 എൽഡേഴ്സിനോട് അവളെ രക്ഷിക്കാനായിട്ട് ആവശ്യപ്പെടും. കാരണം നമ്മുടെ ആൾക്കാരെല്ലാവരും അവളങ്ങനെ റൗണ്ട് ചെയ്ത് നിൽക്കുകയാണ്. 5 എൽഡേഴ്സിന് എന്താ നടക്കണമെന്ന് മനസ്സിലാവില്ല. അവൾ എന്തിനാണ് ഇപ്രകാരം പൊട്ടിക്കരയുന്നതെന്ന് മനസ്സിലാവാതെ അവർ കൺഫ്യൂസ്ഡ് ആവും. ലൂഫി ആണെങ്കിൽ അവളെ നോക്കി ടെററായി ചിരിച്ച് അവിടേക്ക് കടന്നു വരും. സോറോ ആണെങ്കിൽ അവന്റെ സ്ക്വാഡ് എടുത്ത് അവൾക്ക് നേരെ നീട്ടുകയാണ്. അവളാണെങ്കിൽ നിലവിളിച്ചു പറയും പ്ലീസ് എങ്ങനെയെങ്കിലും സേവ് ചെയ്ത് ഇവിടുന്ന് കൊണ്ടുപോ, എന്നെ ആ സെലസ്റ്റിയൽ ഡ്രാഗണാക്കി മാറ്റ്. അത് കേട്ട് നമ്മുടെ ആൾക്കാരെല്ലാവരും ചിരിക്കുകയാണ്. ഡോക്ടർ വേഗ് ഓഫ് പങ്ക് ആണെങ്കിൽ നമ്മുടെ ആൾക്കാരോട് എല്ലാവരോടും ക്ഷമ പറയും അവിടെ നടന്ന കാര്യത്തെ ചൊല്ലി. റോബിനാണെങ്കിൽ ചെറിയ പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. ചോപ്പർ അവൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കും. യോർക്കാണെങ്കിൽ നിസ്സഹായയായി പൊട്ടിക്കരയാണ്. ആ സമയം ലൂഫി ആ സ്നെയിൽ പിടിച്ചു മേടിച്ച് 5 എൽഡേഴ്സ് ആ 5 എൽഡേഴ്സിനെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങളെ എല്ലാവരെയും തോൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവും എന്നവൻ പറയുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.